100% റിസൾട്ട് തരുന്ന ഗ്യാരണ്ടി റിസൾട്ട് തരുന്ന ഒരു അടിപൊളി ഹെയർ കെയർ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ കെയർ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. മുടി കൊഴിച്ചിൽ സഹിക്കാനേ പറ്റുന്നില്ല. മുടിയാണെന്നുണ്ടെങ്കിലോ ഒരു തുള്ളി പോലും വളർത്തിയെടുക്കാൻ പറ്റുന്നില്ല. ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്തു, ഹോർമോൺ ഇൻബാലൻസ് ഒന്നും തന്നെ ഇല്ല. പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നുമേ ഇല്ല. മുടി ഇങ്ങനെ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണങ്ങൾ കണ്ടെത്താനേ കഴിയുന്നില്ല എന്ന അവസ്ഥയിൽ കൂടെ കടന്നു പോണവരാണോ നിങ്ങൾ? മുടി കൊഴിച്ചിൽ എന്തിനു വരുന്നു എന്ന് പോലും അറിയുന്നില്ല. മുടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. മുടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മൊട്ടത്തലയാവും എന്ന് പറഞ്ഞ് വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതിനുള്ള ഒരു അടിപൊളി പരിഹാരമായിരിക്കും. നിങ്ങളുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും തന്നെ മാറ്റി നിങ്ങൾക്ക് ഇത്രയും നാൾ മുടി വളരാതിരുന്ന സ്ഥാനത്ത് കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർത്ത് അത് നല്ലതുപോലെ തന്നെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള വളരെ വളരെ സിമ്പിളായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള, രാത്രി ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഹെയർ കെയറുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും മുഴുവനായിട്ടും തന്നെ കാണുക. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരിക. ഒരു 7 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം തരുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ഹെയർ കെയർ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ കെയറിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ്. ഇത് നമ്മുടെ വീട്ടിലുള്ള ഒന്നല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണം. 10 എണ്ണത്തിന് 30 രൂപ മാത്രമേ ഉള്ളൂ. എല്ലാ മെഡിക്കൽ സ്റ്റോറിൽ നിന്നും ഇത് നമുക്ക് കിട്ടും. ഇത് മാത്രം ഒന്ന് നിങ്ങൾ വാങ്ങിച്ചു വെക്കുക. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, വിറ്റാമിൻ ഇ ഓയിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് തട്ടുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിനെ ഒരു വലയം മാതിരി, ഒരു കോട്ടിംഗ് മാതിരി നമ്മുടെ സ്കാൽപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഓയിൽ നമ്മുടെ സ്കാൽപ്പിലേക്ക് തട്ടുന്ന സമയത്ത് നമുക്ക് ഏത് രീതിയിലുള്ള മുടി കൊഴിച്ചിലാണെന്നുണ്ടെങ്കിലും, എത്ര വളരാത്ത മുടിയാണെന്നുണ്ടെങ്കിലും അതിനെയൊക്കെ ശരിയാക്കി നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു മുടികൾ കിളിർക്കാനും നമ്മുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും തന്നെ ഇല്ലാതാക്കാനും കഴിവുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാൻ എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം, എൻ്റെ ഹെയർ കെയറിൽ ഞാൻ ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ള, എനിക്ക് ഒരുപാട് റിസൾട്ട് തന്നിട്ടുള്ള ഇൻഗ്രീഡിയൻസിലെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ്. ഈ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ദിവസത്തേക്ക് ഒന്ന് മാത്രം മതി. ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ ഒരു പിന്നി വെച്ച് അത് പൊട്ടിച്ച് നമ്മുടെ കൈകളിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൈവിരലുകളിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ തട്ടി എന്നുള്ളത് ഉറപ്പ് വരുത്തുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഓയിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നല്ലൊരു ഹെഡ് മസാജ് നമ്മുടെ സ്കാൽപ്പിന് കൊടുക്കുക എന്നുള്ളതാണ്. അതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട മസാജ് എങ്ങനെയാണെന്ന് വെച്ചാൽ 4 ഫിംഗർ ടിപ്പാണ്. അതായത് ആദ്യം നമ്മുടെ 4 വിരലുകൾ വയ്ക്കുക, പിന്നെയും 4 വിരലുകൾ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ഉച്ചിയെത്തും, നമ്മുടെ ക്രൗൺ ഏരിയ, അവിടെ നമ്മൾ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. ജെന്റിലായിട്ടാണ് കേട്ടോ, ഒരുപാട് ഹാഷായിട്ടല്ല. നിങ്ങൾ പണ്ട് മുതൽ തന്നെ നമ്മുടെ അമ്മമാരും മുത്തശ്ശിമാരൊക്കെ എണ്ണ വയ്ക്കുന്നത്, അതായത് നെറുകിൽ എണ്ണ വയ്ക്കുക എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ഒരു മെത്തേഡ് തന്നെയാണിത്. നമ്മുടെ ഉച്ചിയിൽ നല്ല രീതിക്ക് സർക്കുലർ മോഷനിൽ നല്ല രീതിക്ക് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ സ്കാൽപ്പ് മുഴുവനായിട്ടും തന്നെ മസാജ് ചെയ്യുക. ഇങ്ങനെ മസാജ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു റിലാക്സ് ഫീൽ ചെയ്യും കേട്ടോ. അത് നിങ്ങൾ ഉപയോഗിക്കണം. നിങ്ങളത് ചെയ്ത് നോക്കിയാലാണ് നിങ്ങൾക്ക് ഈ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് മനസ്സിലാവുക. ഇനി നമ്മൾ ഈ ഒരു രീതിയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ടെക്നിക്കാണ് നമ്മൾ ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്യുക എന്നുള്ളത്. മുടി ഫ്രണ്ടിലോട്ട് ഇട്ടതിന് ശേഷം നമ്മുടെ മുടി ഫുള്ളായിട്ട് തന്നെ ഫ്രണ്ടിലോട്ട് ഇടുക. അതിനുശേഷം നമ്മൾ ജെന്റിലായിട്ട് ഒരു 3 മിനിറ്റ്, കൂടുതലൊന്നും വേണ്ട, 3 മിനിറ്റ് മാത്രം നമ്മുടെ സ്കാൽപ്പ് നല്ല രീതിക്ക് മസാജ് ചെയ്യുക. ഇനിയിപ്പോൾ ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ചെയ്യാം. നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ളൊരു മാറ്റം ഈ ഒരു രീതി നമുക്ക് ചെയ്യുമ്പോൾ തരും എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മുടെ മുടിക്ക് പോകുന്നത് നമ്മുടെ ബ്ലഡ് വഴിയാണ്. അപ്പോൾ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ സ്കാൽപ്പിന് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത്, ഹെൽത്തി ആയിട്ടുള്ളൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ എന്താണെന്നറിയാത്ത മുടി കൊഴിച്ചിൽ, കാരണങ്ങളൊന്നുമില്ലാത്ത മുടി കൊഴിച്ചിൽ വരെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യും. നമുക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല
നല്ലൊരു ഹെയർ ഗ്രോത്തും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനു വേണ്ടിയിട്ടാണ് എല്ലാ ഹെയർ കെയറിലും എല്ലാവരും ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും ഒരേപോലെ പറയുന്നത് ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു മസാജ്, നിങ്ങൾക്കിത് രാത്രി തന്നെ ചെയ്യണമെന്നില്ല, ഇന്ന സമയത്ത് തന്നെ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇത് ഒരുതരം യോഗയിൽ പെട്ടൊരു ടിപ്സാണ്, ഞാൻ മുമ്പ് തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്തതുമാണ്. നമ്മുടെ 4 ഫിംഗർ ടിപ്പ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ 4 വിരലുകളല്ല, നമ്മൾ നഖങ്ങൾ തമ്മിൽ കൂട്ടി ഉരസുക. ഇങ്ങനെ നമ്മൾ നഖങ്ങൾ തമ്മിൽ കൂട്ടി ഉരസുന്ന സമയത്ത് അത് ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പുമായിട്ട് കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ സ്കാൽപ്പുമായിട്ട് കണക്ഷനായി നമുക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഇത് ഞാൻ ചെയ്ത് നോക്കിയതാണ്, എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയപ്പോഴാണ് ഇത് വീണ്ടും ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഞാൻ ഷെയർ ചെയ്യുമ്പോൾ മിക്ക ആൾക്കാരും പറയും വീട്ടിൽ അടി ഉണ്ടാക്കാനാണ്, ഇങ്ങനെ നഖങ്ങൾ തമ്മിൽ കൂട്ടിയരസുമ്പോൾ വീട്ടിൽ അടി ഉണ്ടാവാറുണ്ട്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ച ഈ കുറച്ച് ടിപ്സ് നമ്മൾ രാത്രിയാണ് ചെയ്യുക. രാത്രി ചെയ്യുന്ന ഒരു ടിപ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് ഗേൾസിന് മാത്രമല്ല ബോയ്സിനും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ രാത്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വീണ്ടും നമ്മുടെ മുടി ഒന്ന് നല്ല രീതിക്ക് ചീകി എടുത്തിട്ട് മുടി കെട്ടിവെക്കുക എന്നുള്ളതാണ്. കെട്ടിവെക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ടൈറ്റായിട്ട് നിങ്ങളുടെ മുടി ഒരിക്കലും രാത്രി കെട്ടിവെക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം. മുടി നമ്മൾക്ക് വളരുന്നത് രാത്രികളിലാണ്, രാത്രി സമയങ്ങളിലാണ് നമുക്ക് മുടി വളരുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ടൈറ്റായിട്ട് കെട്ടിവെക്കുകയും മുടിയെ ഭയങ്കര ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ മുടി കെട്ടിവെക്കുന്നതൊക്കെ നമ്മുടെ ഹെയർ ഗ്രോത്ത് തന്നെ ഇല്ലാതാക്കും. അത് നമുക്ക് ഭയങ്കര ഒരു ശ്വാസം മുട്ടലാണ്. നമുക്ക് തന്നെ രാത്രി സമയങ്ങളിൽ ഇറുകിയ ഡ്രസ്സ് ഇടുമ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ ഉണ്ടാവുമോ, അതേപോലെ തന്നെയാണ് നമ്മുടെ മുടിയുടെ കാര്യത്തിലും. നമ്മൾ വളരെ ലൂസായിട്ട് വേണം മുടി കെട്ടിവെക്കാനായിട്ട്. ഞാൻ സജസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ചെയ്തു വരുന്ന ഒരു ഹെയർ കെയർ എങ്ങനെയാണെന്ന് വെച്ചാൽ, മുടി കെട്ടിവെക്കുന്ന രീതികൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ കാണിച്ചതുപോലെ തന്നെ മുടി പിന്നി മെടഞ്ഞിടുക. ടൈറ്റായിട്ടല്ല, വളരെ ലൂസായിട്ടുള്ള രീതിയിൽ പിന്നി മെടഞ്ഞ് നിങ്ങൾ കെട്ടിവെക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു വ്യത്യാസം തരുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ കെയർ ആണ്. ഇത് ഒരുപാട് കഷ്ടപ്പാടല്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. രാത്രി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാനും പറ്റും. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഒരു റിസൾട്ട് ഗ്യാരണ്ടിയാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു വാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റായിട്ട് അറിയിക്കുക. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് എനിക്ക് കമൻറ്റ് അയക്കാം. എൻ്റെ സമയത്തിനനുസരിച്ചുള്ള റിപ്ലൈ തീർച്ചയായിട്ടും ഞാൻ തന്നിരിക്കും. ഇതാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. ഇതേപോലുള്ള മറ്റൊരു എഫക്റ്റീവായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം രമ്യ.